കാത്തിരിപ്പ് നാളെ അവസാനിക്കുകയാണ്. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കടുത്ത പോരാട്ടം നടന്ന മണ്ഡലങ്ങളിൽ ഒന്ന് എന്ന് ചോദിച്ചാൽ അതിലൊന്ന് കോഴിക്കോട് പേരാമ്പ്രയാണ്. പേരാമ്പ്രയിലെ UDF സ്ഥാനാർത്ഥി ഫാത്തിമ തഹ്ലിയ പ്രതീക്ഷകളൊക്കെ പങ്കുവെക്കാൻ നമ്മോടൊപ്പം ഉണ്ട്. നാളെ അറിയാം എന്താകുമെന്ന് ചോദിച്ചാൽ നേരത്തെ പറഞ്ഞതൊക്കെ തന്നെയാണ് റിപ്പീറ്റ് ചെയ്യാനുള്ളത്. വളരെ കോൺഫിഡൻസിലാണ് ഞങ്ങളുള്ളത്. UDF-ഉം പ്രത്യേകിച്ച് പേരാമ്പ്രയിലുള്ള ആളുകളൊക്കെ വലിയ ഹ്യൂജ് എക്സ്പെക്റ്റേഷനിലാണുള്ളത്. അവരുടെയൊക്കെ വീട്ടിലേക്ക് ഒരാളെത്തി എന്നുള്ള രൂപത്തിലാണ് പേരാമ്പ്രയിലുള്ള ആളുകൾ ഈ തെരഞ്ഞെടുപ്പിൽ എന്നെ സ്വീകരിച്ചിട്ടുള്ളത്. അത് ജനവികാരമായിട്ട് മാറും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എനിക്കൊരുപാട് ബന്ധങ്ങളുള്ള, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ബന്ധുബലമുള്ള, എനിക്ക് സൗഹൃദ വലയമുള്ള, അങ്ങനെ ഹൃദയം കൊണ്ട് ഒരുപാട് കണക്ഷനുള്ളൊരു സ്ഥലത്തേക്കാണ് ഞാൻ വന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ മണ്ണിനെ പോലെ അതേപോലെയുള്ള ഒരു സ്ഥലത്ത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആ രൂപത്തിലൊന്നും നമ്മൾ വ്യാഖ്യാനിക്കേണ്ടതില്ല. എനിക്ക് അവരുടെ വീട്ടിലെ ഒരു ആളെന്നുള്ള രൂപത്തിലുള്ള സ്വീകാര്യത നൽകിയിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും അവരുടെ പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷയ്ക്കൊത്ത് ഞാൻ ചലിക്കാനുള്ള ശ്രമം ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് നടത്തിയിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും വോട്ടായിട്ട് മാറിയിട്ടുണ്ടാവും. TP പോലെ LDF-ന്റെ വളരെ മുതിർന്ന നേതാവ്, സംസ്ഥാന കൺവീനർ, മുൻ മന്ത്രി, ഒരു മുതിർന്ന നേതാവിനെ അട്ടിമറിക്കുന്ന ഒരു ആത്മവിശ്വാസമാണുള്ളത് അല്ലേ? അങ്ങനെയല്ല. അവിടെ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് രണ്ട് മുന്നണികൾ തമ്മിൽ മത്സരിക്കുകയാണല്ലോ. അപ്പോൾ അവിടെ തീർച്ചയായിട്ടും ആളുകൾ മൊത്തത്തിൽ കേരളത്തിലുള്ള രാഷ്ട്രീയം നോക്കുന്നുണ്ട്. അവിടുത്തെ ആ കോൺസ്റ്റിറ്റ്യുവൻസിയിലുള്ള കാര്യങ്ങൾ നോക്കുന്നുണ്ട്. അവിടെ എന്തായിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തത് എന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു ജനവികാരം തീർച്ചയായിട്ടും ഉണ്ടാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. കുറ്റിച്ചിറയിലെ കൗൺസിലറാണ് കോഴിക്കോട് കോർപ്പറേഷനിൽ. അപ്പോൾ ഇവിടെ പേരാമ്പ്രയിൽ ജയിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് ഉറപ്പിച്ചു കഴിഞ്ഞോ? ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ നമ്മൾ ഇപ്പം സംസാരിക്കേണ്ടത് ഈ കൗണ്ടിങ് ഡേയ്സിലുള്ള കാര്യങ്ങളെക്കുറിച്ചാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം പേരാമ്പ്രയിലേക്ക് വോട്ട് ചോദിച്ച് വന്ന ആൾക്കാർ, അത് ഈ കുറ്റിച്ചിറയിലുള്ള ആൾക്കാരുണ്ട്. പല ഭാഗത്ത് നിന്നുള്ള ആളുകൾ പേരാമ്പ്രയിലേക്ക് ഒഴുകിയിട്ടുണ്ട്, വോട്ട് ചോദിച്ചിട്ടുണ്ട്. പലരും എന്നെ നേരിട്ട് കണ്ടിട്ടില്ല. അവിടെ വന്ന് അവർക്കറിയുന്ന ആളുകളോടൊക്കെ സംസാരിച്ച് മടങ്ങിപ്പോയ ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ ഞാൻ ഈ ഒരു സമയം സ്മരിക്കുകയാണ്. അവരുടെയൊക്കെ പ്രാർത്ഥനയും പിന്തുണയും എല്ലാ കാലവും എൻ്റെ കൂടെ ഉണ്ടാകും എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഏതായാലും ആ ചെറിയ മണിക്കൂറുകളുടെ കാത്തിരിപ്പാണ്. വലിയ പ്രതീക്ഷയിൽ, ശുഭപ്രതീക്ഷയിലാണ് UDF സ്ഥാനാർത്ഥി ഫാത്തിമ തഹ്ലിയ. ഷിജിൻ നരിപ്പറ്റിയോടൊപ്പം രാഹുൽ KV, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.